ഇത് രാജീവിന്റെ വീടല്ലേ? അതെ. ആരാ? മാഡം, ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടറും സ്റ്റവും ഇൻഷുറൻസ് പുതുക്കാറായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാ? അതൊരു ഓർഡർ ഉള്ളതാണ്, പക്ഷെ അത് പെൻഡിങ്ങിൽ കിടക്കായിരുന്നു. ഇപ്പൊ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ഓർഡർ ഇറക്കിയിട്ടുണ്ട്, എല്ലാം ക്ലിയർ ചെയ്യണമെന്നും പറയുന്നത്. മാഡം, ഞാൻ സെൻട്രൽ ഗ്യാസ് ഏജൻസീസിൽ നിന്ന് വരെയാണ്. ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടറിന്റെ ഇൻഷുറൻസ് പുതുക്കാറായി കിടക്കാണ്. അത് പുതുക്കാൻ വേണ്ടി വന്നാണ്. എല്ലാ വാർഡിലെ ഗ്രൂപ്പിലും മെസ്സേജ് വിട്ടിരുന്നു മാഡം. ഇനി മാഡത്തിന് വിശ്വാസമാവണേ ഇതേ ഐഡന്റി കാർഡ് ഒന്ന് ചെക്ക് ചെയ്തു മാഡം. ഗ്യാസ് സിലിണ്ടറും സ്റ്റൗവൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. ലേഡീസാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണത്. എന്തെങ്കിലും അപകടം പറ്റിയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞത് ശരി. ഞാനാണ് ഇപ്പൊ എപ്പോഴും അടുക്കളയിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുന്നത്. സെൻട്രൽ ഗ്യാസ് ഏജൻസി, അങ്ങനെ ഒരു ഏജൻസി ഉണ്ട്, ജെനുവിനാണ്. ഇയാളുടെ പേര് ഇങ്ങനൊരു പേരും നമ്പറും ഇല്ലല്ലോ. ദൈവമേ, ഇയാൾ ഫേക്കാണല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? അകത്തേക്ക് കയറ്റും ചെയ്തല്ലോ. ദൈവമേ, എന്താ ചെയ്യാ? ഈശ്വര. അപ്പം എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഗ്യാസ് സ്റ്റവൊക്കെ സിലിണ്ടറൊക്കെ? ആകെ പോയി കിടക്കായിരുന്നു മാഡം. ആണോ? കണ്ടീഷനൊക്കെ ഉണ്ട് കേട്ടാ. ഇനി ഈ റിങ്ങും കൂടി മാറ്റണം, ബാക്കിയെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ സർവീസിങ് ചാർജ് വരുന്നത്? സർവീസിങ് ചാർജ് ഫ്രീ ആണ് മാഡം. പാർട്സിന്റെ വശം മാത്രം തന്നാൽ മതി. എത്ര വരും? അതിപ്പോ ഞാൻ കൂട്ടിയിട്ട് പറഞ്ഞുതരാം. ഏകദേശം എത്ര വരും? നോക്കട്ടെ. ഇതിനൊരു 250 രൂപയോളം വരും. ഈ റിങ്ങിന് 2 റിങ് ഉണ്ടാവും, 2 മാറ്റാം നമുക്ക്. അപ്പം അമ്മ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ക്യാഷ് എടുത്തായോ? അമ്മ, അയാൾ ഫേക്കാണ്. അയാൾ ശരിക്കുള്ള ആളല്ല. പൊന്നേ, നമ്മൾ പറ്റിക്കപ്പെടണ്. ഞാനൊരു കാര്യം പറയട്ടെ, അമ്മ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാം, ബാക്ക് ഡോറിൽ കൂടെ. എന്നിട്ട് പുറത്തുനിന്ന് പൂട്ടാം. ഞാൻ ഇതിലെ പോയിട്ട് ഫ്രണ്ട് ഡോറ് പുറത്തുനിന്ന് പൂട്ടും. അങ്ങനെ വിട്ടാലും ശരിയാവില്ലല്ലോ. വേഗാവട്ടെ, ഒട്ടും സംശയം പാടില്ല കേട്ടോ. പൊക്കോ. മാഡം, സർവീസ് ചെയ്ത് കഴിഞ്ഞൂട്ടാ. മാഡം, അയ്യോ, ഇതെന്താ ഡോർ ലോക്ക് ചെയ്തിട്ടിരിക്കണേ? മാഡം, അവിടെ കിടക്കട്ടെ. അതെ, നീ ഞങ്ങളെ പറ്റിക്കാൻ വന്നതല്ലേ, നീ അവിടെ കിടക്ക്. എന്താ വേണ്ടതെന്ന് ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ആയാലും ശരിയാവില്ല. അതെ, പറ്റിക്കാൻ നടക്കണം. അയ്യോ മാഡം, പോലീസിനൊന്നും വിളിക്കല്ലേ മാഡം. ഒരു അബദ്ധം പറ്റിപ്പോയതാണ് മാഡം. മാഡം, എന്നെ തുറന്നു വിട് മാഡം. പോലീസിനൊന്നും വിളിക്കല്ലേ. പണിയെടുത്ത് തിന്നടാ. കണ്ടുനടിണ്ടല്ല, പണിയെടുക്കാണ്ട് വല്ലവരെ പറ്റിച്ച് കൊണ്ട് നടക്കും. പോയി പണിയെടുത്ത് തിന്നു. അതെ, അവിടെ കിടക്കട്ടെ. വിളിക്കട്ടെ, പോലീസിനെ വിളിക്കും.